ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ WCPയുടെ അതുപോലെ CPയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾക്ക് പലതരത്തിലുള്ള ഡൗട്ടുകളുണ്ട്. ഈ ഡൗട്ട് ക്ലിയർ ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു അല്ലേ? എന്ത് വന്നിട്ടുണ്ട്? കുറച്ച് നോട്ടിഫിക്കേഷൻസ് കേരള PSC പുതുതായിട്ട് നമുക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആദ്യം തന്നെ ചെയ്യേണ്ടത് കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്ത് പലരും നമ്മുടെ PSC പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാറില്ല, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വിളിക്കുമ്പോൾ കയറി അപ്ലൈ ചെയ്യാറില്ല. അതിലൊരു മടി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായി കയറി നിങ്ങൾ യൂണിഫോം തസ്തികയിലുള്ള ഒരു ജോബാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും വേഗം നമ്മുടെ കേരള PSCയുടെ തുളസി വെബ്സൈറ്റിൽ കയറുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതാണ് ആദ്യം തന്നെ നിങ്ങളെടുത്ത് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, CPയുടെയും WCPയുടെ SIയുടെ ഒക്കെ ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ക്ലാരിറ്റി വരുത്തുന്നത്. ഇപ്പോൾ 740/2024 ഇതാണ് കാറ്റഗറി കോഡ്. നിങ്ങൾ ഈ ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 740/2024 ആണ് കാറ്റഗറി കോഡ്. 740/2024 ആണ് കാറ്റഗറി കോഡ്. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ, കേരള പോലീസ് ആണ് ഡിപ്പാർട്ട്മെന്റ്. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലാണ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് 29/1/2025 ആണ്. 31/12/2024 നോട്ടിഫിക്കേഷൻ വന്നത്. ഒരു മാസമാണ് നമുക്ക് അയക്കാൻ സമയമുള്ളത്. 29/1/2025 നമ്മളുടെ ഡേറ്റ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ കൃത്യമായി അയക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അയക്കാം കേട്ടോ. കൺഫേം ചെയ്യാതിരുന്നാൽ മതി. ചിലർക്കൊക്കെ ഒരു പേടിയുണ്ട്, എനിക്ക് എഴുതാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, അപ്പോൾ PSC എൻ്റെ സൈറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്യും, അതുകൊണ്ട് ഇപ്പം ഞാൻ അയക്കുന്നില്ല എന്ന് കരുതരുത്. നിങ്ങൾക്ക് ഏത് സാഹചര്യമാകട്ടെ നിങ്ങൾ അയക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺഫേം ചെയ്യാതിരുന്നാൽ മാത്രം മതി. എക്സാം ടൈമിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കൺഫേം ചെയ്യണ്ട. ഇനി ഇതിനൊരു സാലറി 31,000 to 66,800 ആണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയില് വരുന്നത്. വേക്കൻസീസ്, പല ജില്ലകളിലും വേക്കൻസീസ് ഉണ്ട്. നമ്മൾ ഇതിനെ ഒരു ബറ്റാലിയൻ ആയിട്ടാണ് അയക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട്, അത് സാപ്പ് എന്ന് പറയുന്നത് CAP 3 ആണ്. 3 ബറ്റാലിയൻ ആണ് പത്തനംതിട്ട. 5 ആണ് ഇടുക്കി. ഇനി എറണാകുളം 1 ആണ്. തൃശ്ശൂർ 2 ആണ്. MSP ആണ് മലപ്പുറം. 4 ആണ് കാസർഗോഡ്. അപ്പൊ ഇത് കൃത്യമായി നിങ്ങൾ ഏത് ജില്ലകളിലാണോ അയക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി നോക്കി അയക്കുക. അപ്പൊ തിരുവനന്തപുരത്തുണ്ട്, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ്. ഇങ്ങനെയാണ്. അത് നിങ്ങൾ കൃത്യമായി നോക്കി വേണം അയക്കാന്. ഓക്കെയാണ്. ഇനി ഇതുണ്ടോ, ഈ സാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. തിരുവനന്തപുരം സിറ്റിയും റൂറൽ പോലീസുമാണ്. തിരുവനന്തപുരമാണ് ഉദ്ദേശിക്കുന്നത്. CAP 3 എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിൽ കൊല്ലം വരുന്നു, ആലപ്പുഴ, പത്തനംതിട്ട, ഈ 3 ജില്ലകൾ കൂടിയാണ് CAP 3. CAP 5 എന്ന് ഉദ്ദേശിക്കുന്നത് ഇടുക്കി, കോട്ടയം, ഇടുക്കി റവന്യൂ ഡിസ്ട്രിക്ട്സ് ആണ്. CAP 1 എന്ന് ഉദ്ദേശിക്കുന്നത് എറണാകുളമാണ്. എറണാകുളവും കൊച്ചി സിറ്റി എറണാകുളമാണ് പൂർണ്ണമായും വരുന്നത്. CAP 2 തൃശ്ശൂരാണ് വരുന്നത്. തൃശ്ശൂരും പാലക്കാടും വരുന്നുണ്ട്. MSP മലപ്പുറം കോഴിക്കോട് വരുന്നു. CAP 4 കാസർഗോഡ്, പക്ഷെ കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഈ 3 ജില്ലകളിലേക്കുമാണ് ജോലി വരുന്നത്. അപ്പോൾ ഈ 3 ജില്ലകളുടെ വേക്കൻസി അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പ്രോപ്പറായി നിങ്ങൾ നോക്കി വേണം അയക്കാൻ. ഏതൊക്കെ ജില്ലയാണ്, നമ്മൾ ഏത് ജില്ലയാണ് ജോലി ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് കൃത്യമായി സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഡിസേബിൾഡ് പേഴ്സൺസ് ആണെങ്കിൽ പോലീസ് തസ്തികയിൽ അയക്കാൻ സാധിക്കുകയില്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വുമൺ കാൻഡിഡേറ്റ്സ് ഒന്നും അയക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അയക്കാൻ പറ്റത്തില്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം, ഇത് നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റ് വഴിയാണ് അയക്കേണ്ടത്. എക്സാം എഴുതി തന്നെയാണ് ഇത് നോക്കുന്നത്. ഏജ് ലിമിറ്റ് ആണ് എല്ലാവർക്കും അറിയേണ്ട മറ്റൊരു കാര്യം.
18 വയസ്സ് പ്രായമായ ഒരാൾക്ക് ഈ പോസ്റ്റിന് അയക്കാൻ സാധിക്കുകയുള്ളൂ. 26 ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 18 to 26. അതായത് 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ച ഒരാൾക്ക് മാത്രമേ ഈ പോസ്റ്റ് അയക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പറയാം, 2/1/1998 അതുപോലെ തന്നെ 1/1/2006. എന്നാൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്കാണെങ്കിൽ 29 വയസ്സ് വരെ അയക്കാം. 31 വയസ്സ് വരെ SC/STക്ക് അയക്കാൻ സാധിക്കും. SC/ST 31 വയസ്സ് വരെ പറ്റും. ഇനി മിലിറ്ററി ഉദ്യോഗസ്ഥനാണെങ്കിൽ 41 വയസ്സ് വരെ എക്സ് സർവീസ് മാന് അയക്കാൻ പറ്റും. അപ്പൊ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഏജ് ലിമിറ്റ് 18 to 26 ആണ്. 18 to 26 ഏജ് ലിമിറ്റ്. ഇനി സംവരണമുണ്ട്. കാസ്റ്റ് അനുസരിച്ചുള്ള സംവരണമാണ് ലഭിക്കുന്നത്. OBC 29 SC/ST 31 എക്സ് സർവീസ് ആണെങ്കിൽ 41 വയസ്സാണ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത്. നിങ്ങൾ ജനിച്ച ഡേറ്റ് നോക്കണം. 1998 1/1/2006 ഇതിനിടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഏജ് റിലാക്സേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങൾ HSC അല്ലെങ്കിൽ +2 അതിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. VHSC ആകാം, +2 ആകാം, പോളിടെക്നിക് ആകാം. ഏതെങ്കിലും +2ന് തുല്യമായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇതിന് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ഹൈറ്റ് 168 സെന്റിമീറ്റർ. ഇനി ചെസ്റ്റ് 81 സെന്റിമീറ്റർ. ഒരു എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. ഇപ്പൊ 168 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉള്ള ഒരാൾക്ക് അയക്കാൻ പറ്റൂ. ചെസ്റ്റ് 81 സെന്റിമീറ്ററും മിനിമം എക്സ്പാൻഷൻ 5 സെന്റിമീറ്ററും വേണം. അപ്പൊ 160 76 സെന്റിമീറ്റർ. ഈ ഒരു രീതിയിൽ ഷെഡ്യൂൾ കാസ്റ്റിന് ചെറിയൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ചെസ്റ്റിലും ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് അവർക്കുണ്ട്. അടുത്തത് ഐസൈറ്റ്. ഈ ഐസൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഡിസ്റ്റന്റ് വിഷൻ 6/6 നെലൻ, നിയർ വിഷൻ 0.5 നെലൻ. റൈറ്റ് ഐയും അതുപോലെ ലെഫ്റ്റ് ഐയിലും പ്രോപ്പർ ആയിട്ട് വിഷൻ ഉണ്ടായിരിക്കണം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐ വിഷൻ വേണം. ഈച്ച് ഐ മസ്റ്റ് ഹാവ് എ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ. ഫുൾ ഫീൽഡ് വിഷൻ കാണണം. കളർ ബ്ലൈൻഡ്നെസ്സോ സ്ക്വിൻറ്റോ മോർബിഡ് കണ്ടീഷൻസ് ഓഫ് ദ ഐയോ ലിഡ്സ് ഓഫ് എയ്തർ ഐ വിൽ ബി ഡീംഡ്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കണ്ണുമായി ബന്ധപ്പെട്ട കുഴപ്പങ്ങൾ, വർണ്ണാന്തതയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. ബാക്കി എല്ലാം ഓക്കെയാണ്, കണ്ണിന് മാത്രം ചെറിയ പ്രശ്നമാണെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവർ അയക്കേണ്ടെന്നാണ് ഇപ്പോഴേ പറഞ്ഞേക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇവര് ഡിസേബിലിറ്റി ആവരുത്. അതായത് ഫ്ലാറ്റ് ഫുട്ട്, നോക്ക് നീ ഡിസീസോ വേരിക്കോസ് വെയിൻ ഉള്ളവരോ ബോ ലെഗ്സ് ഉള്ളവരോ വളഞ്ഞ കാല്, ഡീഫോംഡ് ഹാൻഡ്സോ ലിംസോ ഇറഗുലർ ടൂത്ത്, ഇങ്ങനെ ഒരു കുറച്ച് വേരിയേഷൻ ഉണ്ട്. ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, കേൾവിക്ക് പ്രശ്നം അല്ലെങ്കിൽ സംസാരത്തിൽ പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയക്കാൻ പറ്റത്തില്ല. പ്രോപ്പറായി സംസാരിക്കാൻ പറ്റണം. നല്ല കേൾവി ശക്തിയും വേണം, കാഴ്ച ശക്തി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അയക്കാൻ പറ്റൂ. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി നമുക്ക് നോക്കാം. എന്താണ് എഫിഷ്യൻസി ടെസ്റ്റ്? 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിൽ 100 മീറ്റർ ഓടണം. ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടമുള്ള 5 എണ്ണം നിങ്ങൾ വിജയിച്ചാൽ മതി. 8 ഐറ്റം ഉണ്ട്. ഇഷ്ടമുള്ള 5 എണ്ണത്തിൽ നിങ്ങൾ വിജയിച്ചാൽ മതി. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കണം. 132.2 സെന്റിമീറ്റർ ഹൈറ്റിൽ ഹൈ ജമ്പ് ചെയ്യണം. 457.2 സെന്റിമീറ്റർ ഹൈറ്റിൽ ലോങ് ജമ്പ്. 609.60 സെന്റിമീറ്റർ ഹൈറ്റിൽ എന്ത് ചെയ്യണം, ഷോട്ട് എറിയണം. ഷോട്ട് പുട്ടിംഗ് ദി ഷോട്ട്. ഇതിന് ഒരു വെയിറ്റ് കാണും. 7 കിലോഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ഉള്ള ഷോട്ടാണ് എറിയേണ്ടത്. ഇനി ക്രിക്കറ്റ് ബോൾ എറിയൽ, അത് 6096 സെന്റിമീറ്റർ ഹൈറ്റിൽ ദൂരത്തിൽ എറിയണം. റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട്. നമ്മുടെ കൈ കൊണ്ട് പിടിച്ച് റോപ്പില് കയറ് കയറണം. 365.80 സെന്റിമീറ്റർ ആണ്.
അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇനി പുള്ളപ്പ് ഓർ ചിന്നിങ് അത് 8 തവണ ചെയ്യണം, 8 ടൈംസ്. 1500 മീറ്റർ റണ്ണ് അത് 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. 8 ഐറ്റത്തിൽ നിങ്ങൾ എത്ര ഐറ്റം വിജയിക്കണം? 5 ഐറ്റത്തിൽ വിജയിക്കണം. CPOയ്ക്ക് WCPOയ്ക്ക് ഒക്കെ ഈ കണ്ടീഷൻസ് ഉണ്ട്. ഗേൾസിന് കുറച്ചും കൂടെ ഒരു ലിമിറ്റേഷൻസ് വരുന്നുണ്ട്, ബോയ്സിന് കുറച്ചും കൂടെ ടഫാണ് സംഭവങ്ങൾ. ഫിസിക്കൽ മെഷർമെന്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി ടേക്കൺ. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ നേരത്ത് കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നു, മെഷർമെന്റ്സ് ഒക്കെ നോക്കും, എഫിഷ്യൻസി ഒക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി 2025 ജനുവരി 15 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂളൊക്കെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റും പ്രോപ്പർ ആയിട്ടുള്ളത് ഇതാണ്ട് ഈ കാണുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വിഷന്റെ ആണെങ്കിലും റൈറ്റ് ഐ ലെഫ്റ്റ് ഐ ഈ പറയുന്നതൊക്കെ വേണം. കളർ ബ്ലൈൻഡ്നെസ് ഇല്ല, ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു മെഡിക്കൽ ഓഫീസറിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങിച്ചിരിക്കണം. 1 ടൈം രജിസ്ട്രേഷനിലൂടെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ കണ്ടു 29/1/2025 ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പലരുടെയും ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതിന് പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പ്രിലിംസ് ഉണ്ടോ? പ്രിലിംസ് ഉണ്ടോ? വളരെ സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിലിംസ് ഇല്ല എന്നുള്ളതാണ്. പ്രിലിംസ് എക്സാം എന്തിനില്ല? CPO WCPO എക്സാമുകൾക്ക് പ്രിലിംസ് എക്സാം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്ത. CPOയ്ക്കും WCPOയ്ക്കും പ്രിലിംസിന്റെ എക്സാം ഇല്ല. ഓക്കെ ആണ്, ഹാപ്പി ആയല്ലോ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നു, CPO അല്ലെങ്കിൽ WCPOയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യൂണിഫോം പോസ്റ്റിൽ നിരവധി ആപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, SCRT സ്കൂൾ ബുക്ക് ക്ലാസ്സുകളുണ്ട്, എക്സാംസ് ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 50 സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ ഓഫർ നൽകുകയാണ്, 1999 രൂപ മാത്രം. അല്ലാത്തവർക്ക് ഈ 50-ന് മുകളിലാണെങ്കിൽ 4000 രൂപയായിരിക്കും ഫീസ്. അപ്പൊ ആദ്യം ഇപ്പൊ ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ഇന്ന് നിങ്ങൾക്ക് ആദ്യത്തെ 50 പേരാകാൻ പറ്റുമായിരിക്കും. പക്ഷെ നാളെയൊക്കെ ചെയ്യുന്നവർ ദയവായിട്ട് മെസ്സേജ് അയച്ച് ഈ നമ്പറിൽ ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക. കാര്യം അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഫില്ലാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യത്തെ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ, 1999 രൂപ. പിന്നീട് വരുന്നവർക്ക് 4000 രൂപയാണ് നമ്മളുടെ ഫീസ് വരുന്നത്. ഇത് സ്പെഷ്യൽ ടോപ്പിക് ലൈവ് ക്ലാസ്സുകളുണ്ട്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷന് ഈ നമ്പറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നിങ്ങൾക്ക് കോൾ ചെയ്ത് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ നമ്മുടെ ബാച്ച് AZB അക്കാദമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങളുടെ എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനും നിങ്ങളോടൊപ്പം ഒരു മെന്റർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം, 7012323945. ഇതാണ് നമ്മളുടെ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. അതുപോലെ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നമ്പറാണ് കിട്ടുന്നത്. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മറ്റൊരു നമ്പറാണ്, അതിലാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, സ്കൂൾ ബുക്ക് ഉണ്ട്, എക്സാംസ് ഉണ്ട്. ഇനി പേയ്മെന്റ് നമുക്കിപ്പോൾ ഒരു 50% ഫീസ്, 50% ഓഫറാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത്. AZB അക്കാദമി ലേണിംഗ് ആപ്പിലെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാം. കണ്ട് നിങ്ങൾക്ക് നമ്മളുടെ ഓരോ ഫാക്കൽറ്റിയുടെയും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. കാര്യം വളരെ മികച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകൂ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കൂ, അഡ്മിഷൻ പേയ്മെന്റ് ചെയ്യൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട മറ്റൊരു കാര്യം, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ സ്കൂൾ ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ്. കാസ്റ്റ് കമ്മ്യൂണിറ്റിയൊക്കെ കൃത്യമായിരിക്കണം എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായി. കാറ്റഗറി നമ്പർ ഏതാണ്? 740 2024 ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 29/1/2025. പ്രിലിംസ് ഇല്ല എന്ന് മനസ്സിലായില്ലേ? 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സായ മതി എന്ന് മനസ്സിലായല്ലോ? എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പിടികിട്ടിയില്ലേ?
ഇനി നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് മനസ്സിലായി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത മനസ്സിലായി, ഏതൊക്കെ ജില്ലകളിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും പിടികിട്ടി. ഇനി മറ്റൊരു കാര്യം സിലബസ് ആണ്. സിലബസ് എന്ന് പറയുമ്പോൾ പോലീസ് കോൺസ്റ്റബിളിന് വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെയും സിലബസ് ഉണ്ട്. 593/2023 നമ്മളുടെ പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയന്റെ ഒരു കാറ്റഗറി വന്നേക്കുന്നത്. വുമൺ പോലീസിന്റെ ഒരു കാറ്റഗറി 507/2023, 584, 732, 733, ഇങ്ങനെ പല കാറ്റഗറി നിങ്ങൾക്ക് കാണാം. ചിലത് കാസ്റ്റ് വെച്ചിട്ടുള്ള കാറ്റഗറി കോഡാണ് ഈ തന്നേക്കുന്നത്. ഇനി പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കാറ്റഗറി. ഇതിന്റെയൊക്കെ അത് 248/2023 മൗണ്ടഡ് പോലീസ്. ഇത് 2023 തന്ന സിലബസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞത് 740 അല്ലേ, ഇപ്പൊ വിളിച്ചേക്കുന്നതാണ് 740. നേരത്തെ തന്നേക്കുന്ന സിലബസ് തന്നെയാണ് അവർ ഇപ്പോഴും വാരി തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഈ 23 എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത്. ഇപ്പോഴത്തെ കാറ്റഗറി കോഡ് നിങ്ങൾ ഇത് മാത്രം സെർച്ച് ചെയ്താൽ മതി. 2024 വിളിച്ചത്, 31-ാം തീയതിയല്ലേ വിളിച്ചത്, 2024, 740 2024. അപ്പൊ നമ്മുടെ സിലബസിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും തന്നെ ഇല്ല. നിങ്ങൾ കണ്ടിട്ടുള്ള സിലബസ് ഒക്കെ തന്നെയാണ്. ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ സിലബസ്. അപ്പോൾ ഒരു പൊതുവിജ്ഞാനം, ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരളം ഭരണ സംവിധാനം 3 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 4 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം കെമിസ്ട്രി 3 മാർക്ക്, കലാകായിക സാഹിത്യം സംസ്കാരം 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്, പിന്നെ മാത്സിന് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം നിങ്ങൾ ഏതാണോ ഭാഷ സെലക്ട് ചെയ്യുന്നത് അതിനൊരു 10 മാർക്ക്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് ലൈവ് ക്ലാസ് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്ക്. ഇങ്ങനെയാണ് ഒരു കാറ്റഗറി ഓരോ സബ്ജക്ട്സിന്റെയും മാർക്കുകളുടെ ഡിവിഷൻ വരുന്നത്. നിങ്ങൾ എല്ലാ നമ്മൾ സാധാരണ പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഒക്കെ പഠിക്കുന്നതാണ്. അതേപോലത്തെ സബ്ജക്ട്സ് ഒക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആകെ വ്യത്യാസം വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് എന്നുള്ളതാണ്. വിശദമായ സിലബസിലേക്ക് പോകുമ്പോൾ ചരിത്രം കേരളം ഫുള്ള് പഠിക്കണം. ഇന്ത്യ നമ്മുടെ ഒരു LDC മെയിൻസ് നമ്മൾ പഠിച്ചില്ലേ, അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇന്ത്യ ഫുള്ള് പഠിക്കണം. ലോകം ഫുള്ള് പഠിക്കണം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്ക, ഫ്രഞ്ച്, റഷ്യ, ചൈനീസ് ഇതൊക്കെ പഠിക്കണം. ഇനി നമ്മളുടെ ജോഗ്രഫി 5 മാർക്കിന് നമ്മൾ ഇന്ത്യയുടെ ആദ്യം ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി, മാപ്പ്, താപനില, ഘടന, അന്തരീക്ഷം, പാറ, ഇങ്ങനത്തെ കാര്യങ്ങൾ, സമുദ്രചലനം. പിന്നെ ഇന്ത്യയുടെ ജോഗ്രഫി, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, ഉത്തരപർവ്വതം, ഉപദ്വീപ പീഠഭൂമി, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതിയൊക്കെ പഠിക്കണം. കേരളത്തിന്റെ ഭൂപ്രകൃതി എല്ലാം പഠിക്കണം. ഇനി നമ്മളുടെ എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഭരണഘടനാ ഭേദഗതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത്രയും പഠിച്ചാൽ മതി. പഞ്ചായത്ത് രാജ്, സ്ഥാപനങ്ങൾ, യൂണിയൻ ലിസ്റ്റ്, കൺകറൻ ലിസ്റ്റ്, ആമുഖം, പൗരത്വം, മൗലിക അവകാശം, നിർദ്ദേശം, മൗലിക കടമ, ഗവൺമെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഇവിടെ പഠിച്ചാൽ മതി. ഇനി ഭരണ സംവിധാനങ്ങൾ, സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കമ്മീഷൻസ്, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അതൊക്കെ ഇവിടെ വരും. ദുരന്ത നിവാരണം, ആസൂത്രണ അടിസ്ഥാനം, തണ്ണീർത്തട സംരക്ഷണം, തൊഴിൽ, ജോലി, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ ഇവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. പിന്നെ ബയോളജി വരുന്നു. മനുഷ്യത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങൾ, ധാതുക്കൾ, ഇവയുടെ അപര്യാപ്തത രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിത ശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ. ഇപ്പൊ 2025 ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാം. വളരെ ഈസിയാണ്. ഈ കൃത്യമായ കാര്യങ്ങൾ പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക. എന്തായാലും കട്ട് ഓഫ് 50+ ആയിരിക്കും കേട്ടോ. എപ്പോഴും കട്ട് ഓഫ് ഒക്കെ ഇതിന് വലിയ ഒരു കട്ട് ഓഫ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പഠനം ഉള്ളവർക്ക് മാത്രമേ നല്ല രീതിയിൽ ജോലി കിട്ടൂ. നമ്മളൊരു കുഞ്ഞു കട്ട് ഓഫ് ആയിരിക്കും, ഫിസിക്കലൊക്കെ ഇല്ലയോ എന്നൊക്കെ കരുതി നിങ്ങൾ ഇരിക്കരുത്. 50-ന് മുകളിലാണ് കട്ട് ഓഫ് ഒക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റത്തില്ല, എക്സാം പോലും ആയില്ല, കട്ട് ഓഫ് അങ്ങ് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ നടന്ന എക്സാമിന്റെ രീതി വെച്ച് പറഞ്ഞതാണ്. 50+ ഒക്കെ കട്ട് ഓഫ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പഠനം തന്നെ നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞതാണ്. അല്ലാതെ എക്സാം വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് കട്ട് ഓഫ് പ്രവചനം ചെയ്തു എന്ന് നിങ്ങൾ പറയരുത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒന്ന് മുൻകൂട്ടി കാണണ്ടേ, ഇങ്ങനെയൊക്കെ മാർക്ക് വാങ്ങിക്കണം എന്നൊരു മുൻകൂട്ടി ഒരു ദീർഘവീക്ഷണം വേണ്ടേ, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഇനി 2026 നമ്മുടെ ഗവൺമെന്റിന്റെ ഒക്കെ തീരുവല്ലേ. അപ്പൊ അവര് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, മാക്സിമം പേരെ അങ്ങ് എടുക്കും. അതുകൊണ്ട് 2025 ഈ ലിസ്റ്റിലൊക്കെ ഒന്ന് കയറി പറ്റാമെങ്കിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും.
അവരെന്ത് ചെയ്യും, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാക്സിമം നമ്മളെ എല്ലാവരെയും പിടിച്ചങ്ങ് അകത്ത് കയറ്റി നമുക്കൊക്കെ ജോലി തരും. അപ്പം നമുക്കൊരു സ്നേഹമൊക്കെ വരത്തില്ല, അയ്യോ ഈ ഗവൺമെന്റ് എനിക്ക് ജോലി തന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വോട്ട് ചെയ്യും. അപ്പോൾ വോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു പരിപാടിയാണ് ഇങ്ങനെ നമുക്ക് ചെയ്തു തരുന്നത്. നമുക്ക് നല്ലതാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇങ്ങനൊന്ന് ചെയ്തു തരുന്നത്. നമ്മൾ PSC ജോലി നമുക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ ജോലി തന്നാൽ മതിയല്ല, ഏതായാലും ആരായാലും വേണ്ടിയില്ല, ജോലി തന്നാൽ മതി അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടാനൊരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പൊ നന്നായി പഠിക്കുക. പഠിച്ചാൽ ഈ ഒരു ലാസ്റ്റ് ഘട്ടമൊക്കെ ഇരിക്കുമ്പോൾ ജോലി സാധ്യത കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇനി ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖ ദ്രവ്യം, യൂണിറ്റ്, അളവുകള്, തോത്. ചലനത്തെ കുറിച്ച് പഠിക്കണം. പ്രകാശം, ശബ്ദം, ബലം, പിന്നെയോ ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി, ഇതൊക്കെ പഠിക്കണം. ആറ്റം, കെമിസ്ട്രി, മൂലകങ്ങൾ, ലോഹങ്ങൾ. 3 മാർക്കേ ഉള്ളെങ്കിലും ഒരു 40 മാർക്കിന്റെ എഫക്റ്റിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. വെറുതെ ഒന്നും നമുക്ക് 1 മാർക്ക് പോലും ആരും തരത്തില്ല. നല്ല കട്ടിപ്പണി എടുക്കണം, എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടൂ. ഫിസിക്സ് കണ്ടോ, വെറും 3 മാർക്കുകൾ എന്തുമാത്രം പഠിപ്പിക്കുമെന്ന് നോക്കിയേ. എല്ലാം അരച്ച് വിലക്കി പഠിച്ചാലാണ് ഇച്ചിരി മാർക്ക് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് പഠിക്കണം, കഷ്ടപ്പെട്ടാൽ മാത്രമേ ജോലി തരത്തുള്ളൂ. ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ജോലിയിലൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത്. ഇനി കലയിലെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഭയങ്കര കട്ടിയാണ് കേട്ടോ. പല തവണയും നമുക്ക് കലകളുടെ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റാത്ത രീതിയാണ്. പലതും നമ്മൾ പഠിച്ചിട്ട് പോകും. സ്ഥലം, സ്ഥാപനം, വ്യക്തി, കലാകാരന്മാർ, എഴുത്തുകാർ. പക്ഷെ വേറെ ഏതാണ്ടൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ പഠിച്ചാലേ ഏത് സബ്ജക്റ്റാണ് അവർ ടഫ് ആക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പോവുക. കായികം നിങ്ങൾക്ക് അറിയാലോ, കറണ്ട് അഫയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവാർഡുകൾ അല്ലെ, പ്രധാന ട്രോഫികൾ, കായിക ഇനങ്ങൾ, ഒളിമ്പിക്സിന്റെ വിവരങ്ങൾ. ഇപ്പൊ തന്നെ ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സ് നടന്നു, അത്, പിന്നെ വിന്റർ ഒളിമ്പിക്സ്, പിന്നെ പലതരം ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഗെയിംസ്, ദേശീയ ഗെയിംസ്, അങ്ങനത്തെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓരോ രാജ്യത്തിന്റെ ദേശീയ ഇനങ്ങൾ, വിനോദം, പിന്നെ സാഹിത്യം, അത് കഴിഞ്ഞ് സംസ്കാരം. ഇതിനാണ് നമ്മുടെ നവോത്ഥാന നായകന്മാരൊക്കെ വരുന്നത്. അതുവരെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി ആനുകാലികം, എല്ലാവർക്കും ഒരു വില്ലനായിട്ടുള്ള ഒരു സാധനമാണ് കറണ്ട് അഫയേഴ്സ്. പക്ഷേ AZB അക്കാദമി വളരെ സിമ്പിളാക്കി മാറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റിൽ തിളങ്ങാൻ AZB അക്കാദമിയോടൊപ്പം ജോയിൻ ചെയ്യാം. ഓഫർ ഇപ്പൊ 50% ഓഫർ ഉണ്ട്. ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് ഈ ഓഫർ. നമ്മുടെ ന്യൂ ഇയർ ഓഫറാണ്. അപ്പോൾ 70 12 32 39 45 ഈ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. എക്സാം വരെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഏത് സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്ന് പഠിക്കാം. വെളുപ്പിന് എണീറ്റപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ തോന്നി, ഇംഗ്ലീഷ് പഠിക്കാം. വെളുപ്പിന് എണീറ്റു അല്ലെങ്കിൽ ലേറ്റ് നൈറ്റാ മാത്സ് പഠിക്കാൻ തോന്നി, മാത്സ് പഠിക്കാം. നിങ്ങളുടെ വീക്ക് സബ്ജക്ട് ഏതാണോ അതിരുന്ന് പഠിക്കാം. കാര്യം റെക്കോർഡ് അവൈലബിൾ ആണ്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് തലവേദന പോകാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് എന്താ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റത്തില്ല അല്ലെ. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഇന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കണം. പക്ഷെ ഓൺലൈൻ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ അത് കാണേണ്ട കാര്യമില്ല. ആ സമയം നിങ്ങൾക്ക് വേറൊരെണ്ണം പഠിച്ച് നിങ്ങളുടെ ടൈം സേവ് ചെയ്യാം. ഇനി മാത്സ് ആണ്. മാത്സിന്റെ സിലബസ്, പിന്നെ റീസണിങ്. ഇതാണ്. ഇംഗ്ലീഷിന്റെ സിലബസും മലയാളത്തിന്റെ സിലബസും ഒക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. 20 മാർക്കാണ്. പാർട്ട് 1 4 മാർക്ക്. ജനറൽ എക്സെപ്ഷൻ ഇൻ ഓഫൻസസ്, ഇതാണ് ആ സിലബസ് വരുന്നത്. പിന്നെ ഓഫൻസസ് എഗൻസ്റ്റ് ബോഡി വരുന്നു, മർഡർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഒഫൻസ് എഗൻസ്റ്റ് വുമൺ വരുന്നു. ഒഫൻസ് എഗൻസ്റ്റ് പ്രോപ്പർട്ടി, സാധനങ്ങൾ, നമ്മുടെ സാധനങ്ങളൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ നമ്മൾ പാർട്ട് 2 എന്ന് പറയുന്നത് 3 മാർക്കാണ്. ബെലേബിൾ ഒഫൻസ്, കോഗ്നിസബിൾ ഒഫൻസ്, ഇൻവെസ്റ്റിഗേഷൻ, അറസ്റ്റ്, സമൺ വാറന്റ്, ഇൻഫോർമേഷൻ ഓഫ് പോലീസ് പവേഴ്സ്, ഇൻവെസ്റ്റിഗേറ്റ്. പാർട്ട് 3 വരുന്നു. പിന്നെ പാർട്ട് 4 കേരള പോലീസ് ആക്ട് ആണ്. പിന്നെ വരുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ആണ് വരുന്നത്. നമ്മുടെ പോസ്കോ റൂളൊക്കെ വരുന്നു 2012. അതിനുശേഷം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, നമ്മുടെ വിവരാവകാശ നിയമം. ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ്. 20 മാർക്ക്. ഈ സ്പെഷ്യൽ ടോപ്പിക്സിൽ നമുക്കറിയാവുന്ന ഒരു 7 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. പിന്നെ ഒരു 13 മാർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി പഠിക്കേണ്ടി വരുന്നത്. 7 മാർക്ക് വിവരാവകാശത്തിൽ നിന്ന്, പോസ്കോ നിയമത്തിൽ നിന്ന്. പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മളുടെ ഒരു ലോജിക്ക് വെച്ചൊക്കെ എഴുതാനായിരിക്കും 7 മാർക്ക് വരുന്നത്. ബാക്കി 13 മാർക്ക് നമ്മൾ നന്നായിട്ട് സാധനങ്ങൾ പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവരുടെ തന്നെ പോലീസിന്റെ പല റൂളുകളൊക്കെ ചോദിക്കും. അപ്പൊ അത് കൃത്യമായി പഠിക്കണം. അപ്പോൾ നമുക്ക് AZB അക്കാദമിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് ഉണ്ട്.
അപ്പോൾ അത് വെച്ചിട്ടും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ടൊക്കെ കാരണം നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. എന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.